ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വൻ ശക്തിയായി ഭാരതം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. കേവലം ഒരു വിപണി എന്ന നിലയിൽ നിന്ന് ലോകത്തെ നയിക്കുന്ന ഒരു വൻ ശക്തി എന്ന പദവിയിലേക്ക് ഇന്ത്യ അതിവേഗം ചുവടുവെക്കുന്നു. സമാധാനത്തിന്റെ വക്താക്കളാകുമ്പോഴും രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ സുസജ്ജമായ ഒരു പ്രതിരോധ നിര ഭാരതം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തോടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളുമാണ് ഇന്ന് ഇന്ത്യയുടെ കരുത്ത്. ആകാശത്തും ഭൂമിയിലും സമുദ്രത്തിലും ഭാരതം തീർക്കുന്ന ഈ പ്രതിരോധ കോട്ടകൾ ലോകരാഷ്ട്രങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. ആഗോള പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ആധിപത്യം വിളിച്ചോതുന്ന, രാജ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന 10 സുപ്രധാന പദ്ധതികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഭാരതത്തിന്റെ പ്രതിരോധ ഭാവി മാറ്റിയെഴുതുന്ന ആ 10 സുപ്രധാന പദ്ധതികളിൽ ഒന്നാമത്തേത് AMCA എന്നറിയപ്പെടുന്ന 5ാം തലമുറ യുദ്ധവിമാനമാണ്. ശത്രുവിന്റെ കണ്ണിൽ പെടാതെ പറക്കാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ആകൃതി പ്രത്യേക കോണുകളോട് കൂടിയാണ്. അതിനാൽ ഇതിൽ തട്ടുന്ന റഡാർ തരംഗങ്ങൾ പല ദിശകളിലേക്കും ചിതറിപ്പോകുന്നു. ഇത് റഡാർ സ്ക്രീനിൽ വിമാനം ദൃശ്യമാകാതിരിക്കാൻ സഹായിക്കുന്നു. നിലവിൽ ലോകത്ത് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉള്ളൂ. ഈ പട്ടികയിലേക്കാണ് ഭാരതം കാലെടുത്തു വെക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം ശത്രു ലക്ഷ്യങ്ങളെ കണ്ടെത്താനും തകർക്കാനും സഹായിക്കുന്ന അത്യാധുനിക റഡാർ സംവിധാനം ഇതിലുണ്ടാകും. പൈലറ്റിന്റെ ജോലിഭാരം കുറയ്ക്കാനും യുദ്ധസമയത്ത് കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്ന AI സാങ്കേതിക വിദ്യ AMCAയുടെ പ്രത്യേകതയാണ്. അടുത്ത പദ്ധതിയാണ് ബ്രഹ്മോസ് NG. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ ഭാരം കുറഞ്ഞ രൂപമാണിത്. ചെറിയ യുദ്ധവിമാനങ്ങളിൽ പോലും ഇത് ഘടിപ്പിക്കാമെന്നതിനാൽ വ്യോമസേനയ്ക്ക് ഏത് ലക്ഷ്യവും എളുപ്പത്തിൽ തകർക്കാൻ സാധിക്കും. ശബ്ദത്തെക്കാൾ 3 ഇരട്ടിയിലധികമാണ് ഇതിന്റെ വേഗത. ഏകദേശം 290 കിലോമീറ്റർ മുതൽ 450 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ അതീവ കൃത്യതയോടെ തകർക്കാൻ ഇതിന് കഴിയും. കൂടാതെ അത്യാധുനിക ആക്റ്റീവ് സീക്കർ സംവിധാനം ഉള്ളതിനാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളെ പോലും കൃത്യമായി പിന്തുടർന്ന് തകർക്കാൻ ഇതിന് സാധിക്കും. പ്രതിരോധ മേഖലയിലെ നമ്മുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാനുള്ള 3ാമത്തെ പദ്ധതിയാണ് അഗ്നി പ്രൈം. അഗ്നി സീരീസിലെ ഏറ്റവും പുതിയ മിസൈലാണിത്. റോഡ് അല്ലെങ്കിൽ റെയിൽ മാർഗം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ കഴിയുന്ന ഈ മിസൈൽ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനും എവിടെ നിന്നും പ്രഹരിക്കാനും ശേഷിയുള്ളതാണ്. മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് എവിടെ നിന്നും വിക്ഷേപിക്കാം എന്നതിനാൽ ശത്രു രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾക്ക് ഈ മിസൈലിന്റെ സ്ഥാനം മുൻകൂട്ടി കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. 1000 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയാണ് മിസൈലിനുള്ളത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളെ നേരിടാൻ ഈ ദൂരപരിധി തികച്ചും അനുയോജ്യമാണ്. അടുത്ത 2 പദ്ധതികളാണ് തേജസ് MK2, LCH പ്രജന്റ് എന്നിവ. തേജസ് MK2 നിലവിലുള്ള തേജസ് യുദ്ധവിമാനത്തിന്റെ കരുത്തു കൂടിയ പതിപ്പാണ്. കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനും ദീർഘദൂരം പറക്കാനും ഇതിന് സാധിക്കും. LCH പ്രജന്റ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പൈലറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ്. സിയാച്ചിൻ പോലെയുള്ള അതിശൈത്യമുള്ളതും ഉയർന്നതുമായ മലനിരകളിൽ യുദ്ധം ചെയ്യാൻ ലോകത്ത് ഈ ഹെലികോപ്റ്ററിന് മാത്രമേ സാധിക്കൂ. ഭാരതത്തിന്റെ ആകാശ സീമകൾക്ക് ചുറ്റും ഒരു അദൃശ്യ പ്രതിരോധ കവചം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതീവ സുപ്രധാനമായ പദ്ധതിയാണ് പ്രൊജക്ട് കുശ. ഇതിനെ ഇന്ത്യയുടെ സ്വന്തം S-400 എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ കരുത്തും പ്രഹരശേഷിയും കണക്കിലെടുത്താണ്. ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ ഇന്ത്യൻ മണ്ണിൽ തൊടാൻ അനുവദിക്കാതെ 350 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ വെച്ച് തന്നെ ആകാശത്ത് വെച്ച് തകർക്കുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന ധർമ്മം. ഇതിനായി വിവിധ ദൂരപരിധികളിലുള്ള, അതായത് 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ തുടങ്ങിയ 3 തരം മിസൈലുകളാണ് പ്രൊജക്ട് കുശയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ശത്രുവിന്റെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടെത്താൻ ശേഷിയുള്ള അത്യാധുനിക റഡാർ സംവിധാനമാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഒരേ സമയം 100-ലധികം ശത്രു ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും അവയിൽ അപകടകാരികളായവയെ ഒരേ സമയം നേരിടാനും ഈ റഡാറുകൾക്ക് സാധിക്കും. പൂർണ്ണമായും ട്രക്കുകളിൽ ഘടിപ്പിച്ച മൊബൈൽ ലോഞ്ചറുകൾ വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ യുദ്ധസമയത്ത് അതിവേഗത്തിൽ സ്ഥാനം മാറാനും ശത്രുവിന്റെ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാനും ഈ സംവിധാനത്തിന് കഴിയും. നിലവിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 മിസൈലുകളെക്കാൾ മികച്ചതും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ ഒന്നാണിതെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. 2028-29 കാലയളവോടെ ഇത് പൂർണ്ണ സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ട് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഭാരതത്തിന്റെ യാത്രയിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നായിരിക്കും പ്രൊജക്ട് കുശ.
പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു കൂട്ടാനുള്ള ഭാരതത്തിന്റെ അടുത്ത പടക്കോപ്പാണ് ദുർഗ 2. ഇതൊരു ലേസർ വെപ്പണാണ്. വെടിയുണ്ടകൾക്ക് പകരം തീവ്രമായ ലേസർ രശ്മികൾ ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ശത്രുവിന്റെ ഡ്രോണുകളെയോ മിസൈലുകളെയോ കരിയിച്ചു കളയാൻ ഇതിന് സാധിക്കും. ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ വേഗതയാണ്. പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ലേസർ രശ്മികൾ ആയതുകൊണ്ട് തന്നെ ശത്രുവിന്റെ ഡ്രോണുകൾ, മിസൈലുകൾ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. വെറും സെക്കൻഡുകൾക്കുള്ളിൽ ശത്രു ലക്ഷ്യത്തിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ കരിയിച്ചു കളയാനോ അല്ലെങ്കിൽ അതിലെ ഇന്ധന ടാങ്ക് തകർക്കാനോ ഈ ലേസർ രശ്മികൾക്ക് കഴിയും. സാധാരണ ആയുധങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ മറ്റൊരു നേട്ടം ഓരോ തവണ പ്രയോഗിക്കുമ്പോഴുമുള്ള കുറഞ്ഞ ചെലവാണ്. ഒരു മിസൈൽ വിക്ഷേപിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവാകുമ്പോൾ ലേസർ ആയുധങ്ങൾ പ്രയോഗിക്കാൻ വെറും വൈദ്യുതിയുടെ ചെലവ് മാത്രമേ വരുന്നുള്ളൂ. അദൃശ്യമായി ലക്ഷ്യസ്ഥാനം തകർക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇത് ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് DRDO ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മിസൈലുകൾക്കും ഡ്രോണുകൾക്കും പുറമെ ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളെ ജാം ചെയ്യാനും ഇതിന് സാധിക്കും. അത്യാധുനിക യുദ്ധക്കളങ്ങളിൽ വെടിക്കോപ്പുകൾ ഇല്ലാത്ത ആയുധങ്ങൾ എന്ന പുതിയൊരു വിപ്ലവത്തിനാണ് ദുർഗ 2 തുടക്കമിടുന്നത്. ഇതിനോടൊപ്പം ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും ഭാരതത്തിന്റെ യുദ്ധമേഖലകളിൽ അനിഷേധ്യ സാന്നിധ്യമാവും. വിവരങ്ങൾ ആർക്കും ചോർത്താൻ കഴിയാത്ത വിധം സുരക്ഷിതമായി കൈമാറുന്ന സാങ്കേതിക വിദ്യയാണ്. ഭാവിയിലെ യുദ്ധങ്ങളിൽ വാർത്താവിനിമയ മേഖലകൾ സുരക്ഷിതമാക്കാൻ ഇത് സഹായിക്കും. സാധാരണ നിലയിലുള്ള റേഡിയോ തരംഗങ്ങൾക്കോ ഇന്റർനെറ്റ് കേബിളുകൾക്കോ പകരം പ്രകാശത്തിന്റെ അടിസ്ഥാന കണികകളായ ഫോട്ടോണുകളെ ഉപയോഗിച്ചാണ് ഇതിൽ വിവരങ്ങൾ കൈമാറുന്നത്. ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനെ ഹാക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. വിവരങ്ങൾ കൈമാറുന്നതിനിടയിൽ ആരെങ്കിലും അത് ചോർത്താൻ ശ്രമിച്ചാൽ ക്വാണ്ടം നിയമങ്ങൾ അനുസരിച്ച് വിവരങ്ങളിൽ ഉടൻ മാറ്റം വരും. അയക്കുന്ന വ്യക്തിക്കും സ്വീകരിക്കുന്ന വ്യക്തിക്കും അത് ഉടൻ തന്നെ മനസ്സിലാക്കാനും സാധിക്കും. പ്രതിരോധ മേഖലയിൽ മാത്രമല്ല, ബാങ്കിംഗ് ഇടപാടുകൾ സുരക്ഷിതമാക്കുന്നതിനും ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. അടുത്തതായി, യുദ്ധഭൂമിയിൽ സൈനികരുടെ ജീവൻ പണയപ്പെടുത്താതെ തന്നെ ശത്രുവിനെ നേരിടാനും തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായ ഓട്ടോണമസ് ആൻഡ് റോബോട്ടിക് സിസ്റ്റം കൂടെ ചേരുന്നതോടെ ഭാവിയിലെ യുദ്ധങ്ങളുടെ മുഖച്ഛായ തന്നെ ഭാരതം മാറ്റും. സൈനികരുടെ ജീവന് ഭീഷണിയുള്ള സാഹചര്യങ്ങളിൽ റോബോട്ടുകളെയും സ്വയം നിയന്ത്രിത യന്ത്രങ്ങളെയും മുൻനിരയിൽ നിർത്തി പോരാടുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇത് ഭാരതത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, സൈനികർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. അവസാനമായി, ഇനി വരാനിരിക്കുന്ന അന്തർവാഹിനികളായ പ്രൊജക്ട് 75 ആൽഫ, പ്രൊജക്ട് 75 ഇന്ത്യ എന്നിവയും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളോട് കൂടി ചേരുന്നതോടെ സാങ്കേതിക വിദ്യയിലും ആയുധക്കരുത്തിലും ലോകത്തെ നയിക്കുന്ന ഒരു സൂപ്പർ പവറായി ഭാരതം മാറുക തന്നെ ചെയ്യും. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുന്നേറ്റങ്ങൾ കേവലം ആയുധങ്ങളുടെ പ്രദർശനം മാത്രമല്ല, മറിച്ച് വികസിതവും സുരക്ഷിതവുമായ ഒരു നവഭാരതത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം മണ്ണിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുക്കുന്ന ഈ 10 പദ്ധതികൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തുക തന്നെ ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ലേസർ സാങ്കേതിക വിദ്യയും ബഹിരാകാശ യുദ്ധതന്ത്രങ്ങളും നിയന്ത്രിക്കുന്ന വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഏതൊരു വെല്ലുവിളിയെയും തടയാൻ ശേഷിയുള്ള ഒരു അജയ്യ ശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു. ഈ ആധുനിക പടച്ചട്ടകൾ അതിർത്തികൾക്കുള്ളിൽ കാവൽ നിൽക്കുന്ന സൈനികർക്ക് കൂടുതൽ കരുത്ത് പകരുന്നതോടൊപ്പം കോടിക്കണക്കിന് വരുന്ന ജനതയ്ക്ക് സമാധാനപരമായ ഒരു ഭാവി കൂടി ഉറപ്പു നൽകുന്നു. പ്രതിരോധ രംഗത്തെ ഈ സ്വയം പര്യാപ്തത ഭാരതത്തെ ആഗോളതലത്തിൽ ഒരു വൻ ശക്തിയായി അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിലെ ഈ വൻ കുതിച്ചുചാട്ടം കേവലം സൈനിക ശക്തി പ്രദർശിപ്പിക്കാനല്ല, മറിച്ച് ആഗോള സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനാണ്. ഒരു കാലത്ത് പ്രതിരോധ സാമഗ്രികൾക്കായി വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഇന്ന് അത്യാധുനിക ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് നാം മാറിയിരിക്കുന്നു. ഈ 10 പദ്ധതികളും സൂചിപ്പിക്കുന്നത് വരും കാലങ്ങളിൽ ലോകത്തിന്റെ ഗതി നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു എന്നാണ്. ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടെ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഭാരതം എന്ന പേര് കൂടുതൽ തിളക്കത്തോടെ അടയാളപ്പെടുത്തപ്പെടും. വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.